പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പൊ ഗവൺമെന്റിന്റെയും അല്ലെങ്കിൽ നമ്മുടെ ലോക വ്യവസ്ഥയുടെയും കാലാവസ്ഥകൾ മാറുന്നതനുസരിച്ച് കൊണ്ട് ഉൽപാദന മേഖലകൾ വളരുകയോ തളരുകയോ ചെയ്യുമ്പോൾ ജീവിത ചിലവുകൾ വർദ്ധിക്കുമ്പോൾ ജനങ്ങൾക്ക് നാട് വിട്ടു പോകേണ്ടി വരുന്നുണ്ട് അല്ലേ? അതാണ് എല്ലാവരും ഇപ്പോൾ കാനഡയിലൊക്കെ പോണത്. നാട് വിട്ടു പോകേണ്ടി ജനത്തെ ഇവിടെ ഇനി ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് ജനങ്ങൾ എങ്ങനെ ഇവിടുന്ന് നാട് വിട്ടു പോകാൻ പറ്റും, എങ്ങനെ കണ്ടവൻ്റെ രാജ്യത്തെ PR ഒപ്പിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്കത് ഒരു ജ്വരമായി പോയി. കാര്യം ഇവിടെ ജീവിക്കാൻ നമുക്ക് പറ്റണില്ല, സാഹചര്യം നമുക്ക് അനുകൂലമല്ല, പ്രതികൂലമായി. അപ്പം ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോഴും വിശ്വാസി ഇടറുകയില്ല, ആരെയും പഴിക്കത്തുമില്ല. എന്താ അവൻ അതിനെ അതിജീവിക്കും. എന്താ കാര്യം? അവൻ പഠിച്ചിരിക്കുന്ന തിമോത്തി 2:4 അവൻ മുന്നോട്ട് തന്നെ പോകും. ചെങ്കടലുണ്ടെങ്കിലും ഫറവോയുടെ സൈന്യം പുറകെ വന്നാലും വിശ്വാസി മുന്നോട്ട് തന്നെ പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. ഈ ഉടമ്പടി ഈ സാഹചര്യത്തെ ഇപ്പം നമുക്കറിയാമല്ലോ, ആ സാഹചര്യം എങ്ങനെയാണ്? ഉടമ്പടി സാഹചര്യത്തെ അതിജീവിക്കുന്ന പ്രാർത്ഥനയാണ്. അതാണ് സാക്ഷ്യം പറഞ്ഞ് കേട്ടില്ല ആൾക്കാരെ. നിങ്ങൾ അങ്ങനെ എൻ്റെ ശാസ്ത്രം മനസ്സിലാക്കേണ്ടത്. ഏത് സാഹചര്യം ഉണ്ടായാലും അതിനെ സാഹചര്യത്തിൻ്റെ ബലിയാടായി മാറാതെ ആ സാഹചര്യത്തെ വിശ്വാസി എങ്ങനെ അതിജീവിക്കണമെന്നാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? അതിനുള്ള സാഹചര്യം വേണം. സാഹചര്യം എന്തുണ്ട്? 2 സാഹചര്യം വരും. എന്തൊക്കെയാണ്? ഒന്ന് അനുകൂലമായ സാഹചര്യം, രണ്ടാമത്തത് പ്രതികൂലമായ സാഹചര്യം. ഇതൊന്നും വിശ്വാസിയെ സ്വാധീനിക്കത്തില്ല. ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? സാഹചര്യം വേണം അതിനുള്ള, അല്ലേ? ആ സാഹചര്യം അനുകൂലമാകാം, സാഹചര്യം പ്രതികൂലമാണ്. അപ്പോൾ സാഹചര്യം പ്രതികൂലമായാൽ എന്തെല്ലാം പ്രതികൂലമാകും? സാഹചര്യം തന്നെ 2 ഘടകമുണ്ട് അതിൻ്റെ അകത്ത്. എന്തുണ്ട് അതിൻ്റെ അകത്ത്? ഒന്ന് സ്ഥലത്തിൻ്റെ സാഹചര്യമുണ്ട്, ഇല്ലേ? രണ്ടാമത്തത് സമയത്തിൻ്റെ സാഹചര്യം ഉണ്ട്. സ്ഥലം ചിലപ്പോൾ പ്രതികൂലമാകും. ഇവിടെ സ്ഥലം പ്രതികൂലമായതുകൊണ്ടാണല്ലോ നമ്മൾ ഇന്ത്യ വിട്ട് കാനഡയിലേക്ക് പോണത്, UK പോണത്. സ്ഥലം ഇവിടെ പ്രതികൂലമാണ്. പിന്നെ എന്ത് സംഭവിക്കും? സംഭവത്തിന് സമയം പ്രതികൂലമാകാം. പഴയ നിയമം കൈകാര്യം ചെയ്യേണ്ടത് പ്രതികൂലമായ സ്ഥലത്തെക്കുറിച്ചാണ്. ഇസ്രായേലിൽ സ്ഥലം പ്രതികൂലമായപ്പോൾ അവർ ഈജിപ്തിലോട്ട് പോയി, അല്ലേ? ഈജിപ്തിലോട്ട് പോണ വഴിക്ക് മോസസ് പറഞ്ഞു, ഞങ്ങൾ ഈജിപ്തിൽ നിന്ന് തിരിച്ച് ഞങ്ങൾ വാഗ്ദാന നാട്ടിലോട്ട് പോവുകയാണ്, പക്ഷേ സ്ഥലം പ്രതികൂലമാണ്. എന്താണ്? ജെറിക്കോ പട്ടണം പ്രതിരോധിക്കണം, ജോർദാൻ നദി കടക്കണം. 2 സ്ഥലമാണ്. സ്ഥലം പ്രതികൂലമാണല്ലോ എന്ന് മോസസ് അപ്പോൾ യഹോവയോട് പറയുമ്പോൾ സ്ഥലത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം. ഐ വിൽ ബി വിത്ത് യു, ഐ വിൽ കം വിത്ത് യു എന്ന് ദൈവം പറയും. ആരാണ്? ജോർദാൻ വറ്റിക്കാൻ, ജെറിക്കോ പൊടിക്കാൻ, ഐ വിൽ കം വിത്ത് യു. അങ്ങനെയാണ് സ്ഥലത്തിൻ്റെ പ്രതികൂല്യങ്ങളെ പ്രതിരോധിക്കുന്നത്. ദൈവം തന്നെ കൂടെ വരാമെന്ന് പറയും. ഉടമ്പടി ഒരു വാഗ്ദാനമാണ്. ദൈവത്തെ നിന്റെ കൂടെ വരുത്തണ പ്രാർത്ഥനയാണ്. ഉടമ്പടി ഒരു പ്രാർത്ഥനയാണ്. എന്താണ്? സ്ഥലസംബന്ധമായ വിഷയങ്ങളെ, അതിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക മാർഗം എന്താണ്? ഐ വിൽ കം വിത്ത് യു. ജോർദാൻ വറ്റിക്കാൻ, ജെറിക്കോ പൊടിക്കാൻ, നിന്റെ സ്ഥലം, നീ നടക്കുന്ന സ്ഥലത്ത് കൂടെ നിന്റെ കൂടെ ഞാൻ വരും. താഴെ പകല് മേഘസ്തംഭമായി, രാത്രി തീത്തൂണായി നിന്റെ ദൈവം നിന്റെ കൂടെ വരും. സ്ഥലത്തിൻ്റെ സാഹചര്യത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ കൈയടിച്ച് കർത്താൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ രാവുകളിൽ തീത്തൂണായി, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പകലുകളിൽ മേഘസ്തംഭമായി ഞങ്ങളെ വഴി നടന്ന ദൈവമേ, ഞങ്ങളങ്ങേ
സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഉടമ്പടി പ്രാർത്ഥനയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. അപ്പോൾ മോസസിനോട് എന്താ പറഞ്ഞത് ദൈവം? സ്ഥലത്തിൻ്റെ പ്രതികൂലങ്ങളെ പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയാണ്? ദൈവം നമ്മുടെ കൂടെ വന്നുകൊണ്ട്, അല്ലേ? പക്ഷെ ദൈവം നമ്മുടെ കൂടെ വരണമെങ്കിൽ എന്ത് ചെയ്യണം? മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം. 10 കൽപ്പന കൊടുത്തല്ലേ? ഞാൻ കൂടെ വരാം, പക്ഷേ നിങ്ങൾ വിശുദ്ധിയുള്ളവരായിരിക്കണം. മാതാപിതാക്കന്മാരെ ബഹുമാനിക്കണം, കൊല്ലരുത്, വ്യഭിചരിക്കരുത്, നിന്റെ കർത്താവ് ദൈവം ഞാനാകുന്നു. ദൈവമേ, നമ്മുടെ വിശുദ്ധി എന്തിനു വേണ്ടിയുള്ളതാണ്? ദൈവത്തെ കൂടെ നിർത്താനുള്ളതാണ്. മനസ്സിലായില്ലേ? സ്ഥലത്തിന്റെ പ്രാതികൂല്യങ്ങളെ, സാഹചര്യത്തിന്റെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ദൈവജനത്തോട് വിശുദ്ധി പാലിക്കാൻ വേണ്ടി 10 പ്രമാണങ്ങൾ നൽകിയിരിക്കുന്നത്. കൈ അടിച്ചു കർത്താവ് സമയ സന്ദർഭങ്ങൾ അധികാരം പ്രഖ്യാപിച്ചുകൊണ്ട് വിവാസത്തിൽ പ്രത്യക്ഷമായ പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഹല്ലേലൂയ. സ്ഥലത്തിൻ്റെ പ്രാതികൂല്യങ്ങളെ, സാഹചര്യത്തെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവം നമ്മുടെ കൂടെ വരും. ദൈവം നമ്മുടെ കൂടെ വരുമ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കണമെന്ന് പറയുമ്പോൾ ജനം എന്താ പറയണത്? കർത്താവ് പറഞ്ഞത് ഞങ്ങൾ ജീവിക്കും, അല്ലേ? പുറപ്പാട് 19:8. അപ്പം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എന്താ വിഷയം? ഒരു സംഭവത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അത് അനുകൂലമാക്കി മാറ്റുന്നതിനുള്ള, അല്ലെങ്കിൽ അത് പ്രതികൂലമാകാനുള്ള ഒരു ഘടകം എന്താണ്? ഒന്ന് സ്ഥലമാണ് നമ്മൾ കണ്ടു. രണ്ടാമത്തെ എന്താണ്? സമയം. പഴയ നിയമം സ്ഥലം കൈകാര്യം ചെയ്യുമ്പോൾ പുതിയ നിയമം എന്താ കൈകാര്യം ചെയ്യണത്? സമയമാണ്. അവർക്ക് വിഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഈശോ പറയും സമയമായില്ല, ആ സംഭവം നടക്കാനുള്ള സാഹചര്യം ഇല്ല, സമയമായില്ല എന്ന് പറയും. അപ്പോഴമ്മ പറയും സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയും. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ. കൈ അടിച്ച് കർത്താവ് പറയുന്നത് പോലെ വ്യാപരിക്കാൻ, അനുഗ്രഹവും അഭിഷേകവും സൗഖ്യം പ്രാപിക്കാൻ, ഉടമ്പടി സഭ നിയോഗങ്ങൾ അനുഗ്രഹം പ്രാപിക്കാൻ കർത്താവേ ദിവ്യകാരുണ്യത്താൽ സ്പർശിക്കണമേ. ചേർന്ന് പാടാം. അവൻ പറയണത് പോലെ ചെയ്യാൻ. അത് തന്നെയാണ് യോഹന്നാൻ 2:3 ഇതേ വചനം തന്നെയാണ് പുറപ്പാട് 19:8 സ്ഥലത്തെ പ്രതിരോധിക്കാൻ വേണ്ടി മോസസിനോട് പറഞ്ഞ അതേ വചനം തന്നെയാണ് സമയത്തെ പ്രതിരോധിക്കാൻ വേണ്ടി, അതിൻ്റെ പ്രാതികൂല്യങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മയിലൂടെ സംസാരിക്കുന്നത്. രണ്ടുപേരും വചനങ്ങളാണ്. സ്ഥലത്തിൻ്റെ പരിമിതികളെ, സാഹചര്യത്തിൻ്റെ സ്ഥലത്തിൻ്റെ പരിമിതികളെ, സമയത്തിൻ്റെ പരിമിതികളെ രണ്ടും കൂടി കൂട്ടി വരുന്ന സാഹചര്യത്തിൻ്റെ പരിമിതികളെ പ്രതിരോധിക്കണം. എങ്ങനെയാണ്? അവൻ പറയണത് പോലെ ചെയ്തുകൊണ്ടാണ്. അതാണ് ഉടമ്പടി. ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? ഇതൊരു സയൻറ്റിഫിക് പ്രെയറാണ്. ബിബ്ലിക്കൽ സയൻസ് അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടക്കണമെന്നുണ്ടെങ്കിൽ ദർ മസ്റ്റ് ബി ടൈം ആൻഡ് സ്പേസ്. അതിന് സമയം വേണം, സ്ഥലം വേണം. ഒരു സംഭവം നടക്കണമെങ്കിൽ എന്ത് വേണം? ഒരു ഈവൻറ്റ് ഒക്കർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? സമയം വേണം, സ്ഥലം വേണം. ചില സമയത്ത് രണ്ടും പ്രതികൂലമാകും. ഈ രണ്ടും പഴയ നിയമത്തിൽ പ്രതികൂലമായി, പുതിയ നിയമത്തിൽ പ്രതികൂലമായി. രണ്ട് പ്രാതികൂല്യങ്ങളെയും പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള ദൈവിക വെളിപാടും നടപടിയുമാണ് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് കൊണ്ട് ജീവിക്കാം. അവൻ പറഞ്ഞ പോലെ ചെയ്യാവുന്ന അമ്മയുടെ മധ്യസ്ഥത്തിൽ കൃപാസന ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരറ്റത്ത് ദൈവം വരികയാണ്. നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ ഒരറ്റത്ത്, വിശ്വാസ ജീവിതത്തിൽ ഒരറ്റത്ത് നമ്മൾ നിൽക്കുന്നു. പക്ഷേ വിശ്വസ്തതയാണ് ഉടമ്പടിയുടെ കാമ്പെങ്കിൽ വിശ്വസ്തത വരുമ്പോൾ ഇത് ബയലാറ്ററായിട്ട് മാറും, ഉഭയകക്ഷിയാവും. അവിടെ ഒരറ്റത്ത് നമ്മൾ, ഒരറ്റത്ത് ദൈവവുമായിട്ട് വരും. അപ്പം ദൈവം ഒരറ്റത്ത് വരുമ്പോൾ അത് ഉടമ്പടിയാകുമ്പോൾ വിശ്വസ്തതയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യമാകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയാലും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അത് വിട്ടുപോകത്തില്ല. കാരണം എന്താണ്?
2 തിമോത്തി 2:13 നമ്മൾ അവിശുദ്ധരാകുമ്പോഴും ദൈവം വിശുദ്ധനായിരിക്കും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, വിശുദ്ധതയോടെ വിശുദ്ധിയോടെ ഉടമ്പടി ചെയ്ത് അഭിഷേകം പ്രാപിക്കാൻ ഉടമ്പടി ചെയ്തിട്ടുള്ള എല്ലാ മക്കളെയും അവിടെ നിയോഗങ്ങളെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഒരു നിമിഷം മൗനമായി പ്രാർത്ഥിക്കുക. അവസാനം മൂവാറ്റുപുഴയിൽ നിന്ന് ആ എയിംസിൽ വീണ്ടും അപ്പോയിൻമെൻ്റ് കിട്ടിയ മകനൊരു സാക്ഷ്യം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചത് ഒരു സെപ്റ്റംബർ 16 ഡേറ്റ് ഇടാൻ പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റോ ഇൻ്റർവ്യൂയോ ഓപ്പറേഷനോ സ്ഥലമളവോ ഭാഗോടമ്പടിയോ രജിസ്ട്രേഷനോ PR നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്ന സമയമോ വീട് വെക്കുന്ന സമയമോ ഡെലിവറി ഡേറ്റോ ഇങ്ങനെ കുറേ ഡേറ്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് സമയമാണ്. ആ സമയത്തിൻ്റെ പ്രാതികൂല്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കാൻ വേണ്ടിയാണ് സമയം ദൈവത്തിന് സമർപ്പിക്കുന്നത്. അപ്പോൾ ആ മകൻ സെപ്റ്റംബർ 16 സമർപ്പിച്ചത്. ആ 14 തന്നെ ഷാർപ്പിൽ കർത്താവിൻ്റെ ഇടപെടലുണ്ടായി. ഇങ്ങനെ എല്ലാ സാക്ഷ്യങ്ങളിലും 1-2 കാര്യങ്ങൾ പ്രിസ്ക്രൈബ്ഡ് ഡേറ്റിലാണ്. കാര്യം സമയഘടികാരം നെഞ്ചിലേറ്റി ആണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. സമയത്തിന് മേൽ അമ്മയ്ക്ക് സ്വാധീനമുണ്ട്. ഉടമ്പടിക്കും സമയത്തെ സ്വാധീനിക്കാൻ പ്രാർത്ഥനയാണ്. അപ്പം നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഇപ്പോൾ ഇടാം. എന്നിട്ട് പറയണം. ഇപ്പം നിങ്ങളുടെ ഡെലിവറി ഡേറ്റ് ആയാലും ഇനി നിങ്ങൾക്ക് ഓവുലേഷൻ ഡേറ്റ്, കുട്ടികളുണ്ടാകാൻ സാധ്യതയുള്ള ഡേറ്റ് ആയാലും ഇപ്പോൾ ഡേറ്റ് നിങ്ങൾക്കറിയാമോ അതിൻ്റെ ഡേറ്റ്? അതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കണം. അമ്മ ഓവുലേഷൻ ഡേറ്റ് ഇതാണ്, അത് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളെ കിട്ടണം. ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ അതെല്ലാം അമ്മയോട് പറയണം. സ്ഥലമളവ്, രജിസ്ട്രേഷൻ, കോടതി കേസ്, ജഡ്ജ്മെൻറ്റ്, വിസ്താരം, വിധി ദിവസം എല്ലാം ദൈവത്തിൻ്റെ അണ്ടറിലാണ്. അതുകൊണ്ട് നിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകളെല്ലാം. ഇന്ന് ബെഞ്ച് ക്ലർക്കിൻ്റെ ഒരു സാക്ഷ്യം കേട്ടില്ലേ നമ്മൾ? അവർക്കറിയാം ഈ തട്ടിമുട്ടി കളിക്കേ ഉള്ളൂ, സിവിൽ കേസാണ്, നടക്കത്തില്ല എന്നറിയാം. പക്ഷേ ഈശോ ആ കേസ് മൊത്തം ആ ഫയൽ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് കൊണ്ടുവരും. അത് ഉടമ്പടിയുടെ ഗുണം അതാണ്. ജഡ്ജിൻ്റെ ചേംബറിൽ നിന്ന് യഥാർത്ഥ ജഡ്ജിൻ്റെ ഓഫീസിലേക്ക് നിൻ്റെ കേസ് ഫയൽ എടുക്കും. അതുകൊണ്ട് നിൻ്റെ കേസ്, വിസ്താരം, ഡേറ്റ് എല്ലാം ഇപ്പോഴേ ഏൽപ്പിക്കുക. ലോകം മുഴുവനും ഈ ശുശ്രൂഷയെ പങ്കുകൊണ്ടിരിക്കുന്ന മക്കൾ ഇപ്പോഴേ യൂട്യൂബിലും ഫേസ്ബുക്കിലും നിങ്ങൾ ഡേറ്റുകൾ ഇടുക. നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഡേറ്റുകൾ, വിടുതലിൻ്റെ ഡേറ്റുകൾ, ജയിലിൽ കിടന്ന മക്കളുണ്ടെങ്കിൽ ജാമ്യത്തിൻ്റെ ഡേറ്റിലിടുക. ഇപ്പോൾ ഒരാളെ കൊന്നിട്ട് നിങ്ങൾ ജയിലിൽ നിങ്ങളുടെ മക്കൾ കിടപ്പുണ്ടെങ്കിലും അവിടെ മനസ്സാന്തത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവരിറങ്ങി വരേണ്ട ഡേറ്റുകൾ ഇടുക. ഒരു കയ്യബദ്ധത്തിൽ ചിലപ്പോൾ വണ്ടി അപകടത്തെ വരത്തില്ലേ, അപ്പോൾ ചിലപ്പോൾ നമ്മൾ അകത്ത് പോകും. ചിലപ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയായിരിക്കും വലിയ മിസ്റ്റേക്ക് വരണത്. അവർ തന്നെയായിരിക്കും വലിയ മനസ്സാന്തത്തോട് പിന്നീട് കർത്താവിൻ്റെ വലിയ ഉപവിയുടെ ശുശ്രൂഷകരായി മാറുന്നത്. അതുകൊണ്ട് അങ്ങനെ എന്തെല്ലാം വിഷമം കടക്കാരൻ നിങ്ങളോട് പറഞ്ഞു കാണും, ഇത്ര ഡേറ്റ് തന്നില്ലെങ്കിൽ ജപ്തി നടപടിയാണെന്ന് പറഞ്ഞു കാണും. അപ്പം നമ്മളെ ഭീതിപ്പെടുത്തുന്ന ഡേറ്റാണത്. അതിപ്പോഴും ഈശോയോട് പരിശുദ്ധ അമ്മ വഴി ഈ തീയതി ഞാൻ ദിവ്യകാരുണ്യത്തിന് സമർപ്പിക്കണമെന്ന് പറയുക. ഫേസ്ബുക്കും യൂട്യൂബും എല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ജില്ലകളിലും സംസ്ഥാനങ്ങളിലും ലോകാന്തരങ്ങളിലുള്ളവരെല്ലാം ഡേറ്റ് ഇപ്പോൾ തന്നെ ഡേറ്റ് അടിച്ചിടുക. ആരാധനയുടെ ആശീർവാദത്തിന് മുമ്പേ എല്ലാ ഡേറ്റുകളും അനുഗ്രഹം ആവശ്യമായ മേഖലകളിൽ, ദൈവിക ഇടപെടൽ ആവശ്യമായ മേഖലകളിൽ
ഡേറ്റ് ഇടുക, ഓപ്പറേഷൻ ഡേറ്റ് ഇടുക. അവർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫൗണ്ടേഷൻ സ്റ്റോൺ അടിത്തറ കല്ല് പാകണ ദിവസം ഇടുക. ഭവനാശീർവാദത്തിൻ്റെ ഡേറ്റുകൾ, ചിട്ടി ഡേറ്റുകൾ. കാര്യം മനുഷ്യന്മാർ ഇങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നത്. നീയും നിൻ്റെ കുഞ്ഞുങ്ങളും ജീവിക്കണ എല്ലാ സാഹചര്യവും ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്. കാര്യം വേറെ ആൾക്കാർക്ക് കേൾക്കുമ്പോൾ ചിരി തോന്നും, പക്ഷെ ദൈവം ചിരിക്കത്തില്ല. ദൈവത്തിന് അറിയാം നിനക്കത് അത്യാവശ്യമാണെന്ന്. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം ഇതെല്ലാം ഭൗതിക സാഹചര്യങ്ങളെല്ലാം നിൻ്റെ ആവശ്യമാണെന്ന് 6:33 മത്തായി ശ്ലീഹായുടെ സുവിശേഷം. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അപ്പം അറിയുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ് നമ്മൾ ഈ ഡേറ്റുകൾ ഇടുന്നത്. ഇനി ശ്രുതികട്ടെ ഹല്ലേലൂയ. സമർപ്പിച്ചിട്ടുള്ള മക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ മനസ്സിൽ കണ്ട ഡേറ്റുകൾ, അവരുടെ പേപ്പറുകൾ ഡേറ്റുകൾ, അവരുടെ ജപ്തി നടപടികൾ ഡേറ്റുകൾ, കേസുകളുടെ ഡേറ്റുകൾ, പരീക്ഷകളുടെ ഡേറ്റുകൾ എല്ലാം സമർപ്പിക്കുന്നു. എല്ലാം ശ്രദ്ധിക്കട്ടെ. അവരുടെ ജീവിത വിഷയങ്ങളിലെ കേട്ടെ. എല്ലാ സമയങ്ങളും അങ്ങനെ തിരിച്ചറി കൃപാസനത്തിലെ പരിശുദ്ധ അമ്മയുടെ ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി നിർത്തിയതിന് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജോളി ജെയിംസ്. ഇത് എൻ്റെ ഭാര്യ ലിസ ജെയിംസ്. ഞങ്ങൾ വയനാട്ടിലെ കൽപ്പറ്റ സെൻറ്റ് വിൻസെൻ്റ് ഇപ്പോൾ ഇടവകയിൽ നിന്നുമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനിത് ഞങ്ങളുടെ 3ാമത്തെ ഉടമ്പടി പുതുക്കലാണ്. ഞാൻ 4 പ്രാവശ്യം ഇവിടെ കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ 2024 നവംബർ 23-ാം തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്ത് ഈ പരിശുദ്ധ ആലയത്തിൽ വരുന്നത്. അപ്പോൾ അതിന് വരാനുണ്ടായ കാരണം എന്ന് പറയുന്നത്, ഞാൻ ഒരു പട്ടാളക്കാരനാണ്, റിട്ടയർഡ് പട്ടാളക്കാരനാണ്. ഇപ്പോൾ യൂണിഫോം ഫോഴ്സിലാണ്. അതിനോടനുബന്ധിച്ച് റിട്ടയർഡ് ആയതിനു ശേഷം സർവീസ് ചെയ്യുന്നത്. അത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ബൈ ഇലക്ഷൻ സമയത്ത് എൻ്റെ മൊബൈലിൽ വന്ന ഒരു സ്റ്റാറ്റസ് എതിർ കക്ഷികൾ, ആരായാലും ഏത് കക്ഷികളിലും എടുത്ത് അപ്ലോഡ് ചെയ്ത് എൻ്റെ അത് ആ ഒരു പ്രവൃത്തി എന്നെ സസ്പെൻഷനിലേക്ക് വരെ നയിച്ചു. അതുവരെ ഡ്യൂട്ടി ഒക്കെ വളരെ ഭംഗിയായി ചെയ്യുന്നെന്ന് ഞാൻ കരുതിയിരുന്ന ആൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറയാണ് വീട്ടിൽ പോയി 3 മാസത്തേക്ക് സസ്പെൻഷൻ ആയിരുന്നുള്ളത്. ഞാൻ വളരെ ഡിപ്രസ്ഡായി. ഞാൻ അല്ലെങ്കിൽ തന്നെ അല്പസ്വല്പം മദ്യപിക്കുമായിരുന്നു. ആ സമയത്ത് മദ്യപാനം കുറച്ച് കൂടുതലായിരുന്നല്ല, ഭക്ഷണം കഴിക്കൂല, നന്നായിട്ട് മദ്യപിക്കും. പല എൻ്റെ സുഹൃത്തുക്കളെയും രാഷ്ട്രീയ നേതാക്കളെയും അതുപോലെ തന്നെയുള്ള മറ്റു ആളുകളെയൊക്കെ സമീപിച്ചു. എനിക്ക് ഇങ്ങനെയൊരു പ്രശ്നം വന്നിട്ടുണ്ട്, എന്താണ് ചെയ്യേണ്ടതെന്ന്. ആരും എന്നെ സഹായിക്കാനില്ലായിരുന്നു. എല്ലാവരും കൈമലർത്തി ഇപ്പോൾ ബൈ ഇലക്ഷൻ സമയമാണ്, അത് കഴിയട്ടെ, അതിനുശേഷം അതിനെക്കുറിച്ച് ആലോചിക്കാമെന്നൊക്കെ. അപ്പോൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ഭാര്യ ലിസ, അവളൊന്നും രാവിലെ 4:30 മണിക്ക് എഴുന്നേക്കും. ഞാനും കൂടുതലൊക്കെ എഴുന്നേക്കും. പക്ഷേ അവളിരുന്നുകൊണ്ട് ബൈബിൾ വായിക്കുകയും അതിനുശേഷം 5:30 മണിക്കുള്ള നമ്മുടെ ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും കേൾക്കും. ഞാനും അതിൻ്റെ അറ്റവും മൂലമൊക്കെ കേൾക്കും, പൂർണ്ണമായിട്ടൊന്നും കേൾക്കുകയില്ല. പക്ഷേ ഭാര്യ പൂർണ്ണമായിട്ടും അത് കേൾക്കും. രാവിലെ കഴിയുന്നത്ര പള്ളിയിൽ പോവും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനിങ്ങനെ മദ്യപിച്ച് നടക്കുമ്പോഴാണ് എന്നോട് പറഞ്ഞത്, നമുക്കൊന്ന് കൃപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു. എന്താണോ എൻ്റെ അമ്മ എന്നോട് പറയുന്നത് പോലെയോ എന്തോ എനിക്ക് തോന്നി. അപ്പം തന്നെ എനിക്ക് പോരാനായിട്ടുള്ള മാനസികമായിരുന്നു. ഉടനെ തന്നെ ബസ് അതിൻ്റെ പിറ്റേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തു. ഞങ്ങൾ ഇങ്ങോട്ട് പോരാനുള്ള തയ്യാറെടുപ്പിലെടുത്തു. ഇവിടെ എത്തുമ്പോൾ ഞാൻ വളരെ ക്ഷീണിതനായിരുന്നു. ഒരാഴ്ചയായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്ന അവസ്ഥ. അല്ലാതെ തന്നെ എനിക്കൊരു 8 ഗുളികകൾ കഴിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്കൊരു 2023 ഒരു സ്ട്രോക്ക് വന്ന വ്യക്തിയാണ്. പെട്ടെന്ന് ഞാൻ ഡ്യൂട്ടി കഴിക്കുമ്പോൾ സ്ട്രോക്ക് വന്നു. പക്ഷേ ഉടനെ പോയി അതിൻ്റെ ഒരു ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് അത് അങ്ങോട്ട് സ്പ്രെഡായില്ല. അതുപോലെ തന്നെ BP-ക്ക് മരുന്ന് കഴിക്കായിരുന്നു. പട്ടാളത്തിൽ നിന്ന് കുറച്ചധികം മദ്യപിച്ചത് കാരണം ലിവർ സിറോസിന് ഞാൻ മരുന്ന് കഴിക്കുമായിരുന്നു.
അങ്ങനെ മൊത്തത്തിൽ 8 ഗുളികകൾ കഴിക്കുമായിരുന്നു. ഞാനത് ഇവിടുന്ന് കൃപാസനത്തിൽ വന്ന് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ തന്നെ ആ ഗുളിക പറ്റെ ഉപേക്ഷിച്ചു. അതിനുശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്തപ്പോൾ പറഞ്ഞു അതിന് ഗുളിക കഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല, BP ഒക്കെ നോർമൽ ആണല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കഴിച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇപ്പോൾ യാതൊരുവിധ ഗുളികയും ഞാൻ കഴിക്കാറില്ല. അതുപോലെ തന്നെ എൻ്റെ സസ്പെൻഷൻ്റെ കാര്യം, ഞാനിവിടുന്ന് ചെന്നിട്ട് ഞാൻ എൻ്റെ ഓഫീസറെ ഇവിടുന്ന് കിട്ടിയ കാശ് രൂപവും പരിശുദ്ധ തൈലം പുരട്ടി രാവിലത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു തൈലം പുരട്ടിയിട്ട് ഞാൻ എൻ്റെ ഓഫീസറെ കാണാൻ പോയി. ഓഫീസറെ കാണാൻ കാശ് രൂപം ഞാൻ എൻ്റെ കൈ പിടിച്ചോണ്ടാണ് പോയത്. പോയിട്ട് ഞാൻ അദ്ദേഹത്തിന് കയറി ഒരു സല്യൂട്ടൊക്കെ അടിച്ചിട്ട് ഞാൻ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ജോലിച്ചേട്ടാ അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങളുടെ നിങ്ങളെക്കുറിച്ചുള്ള എൻക്വയറിയൊക്കെ വളരെ ക്ലിയറാണ്, അതുകൊണ്ട് നിങ്ങളെ ഈ 26 മുതൽ ഈ നാളെ ഞാൻ പോകുന്ന 25 നാളെ മുതൽ തന്നെ നിങ്ങൾക്ക് റീഇനിഷ്യേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡിസംബർ 1 തീയതി മുതൽ തന്നെ വെറും 20 ദിവസം 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് തന്നെ 20 ദിവസം കൊണ്ട് എനിക്ക് ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാൻ കഴിഞ്ഞു. അതും വളരെ മനോഹരമായ നല്ലൊരു, ഇതിനെ കഴിഞ്ഞും വളരെ ബുദ്ധിമുട്ടും റിസ്ക്കുണ്ട്, വളരെ ബുദ്ധിമുട്ട് കുറഞ്ഞ ഒരു ജോലിയിലേക്ക് ചെയ്യാൻ കഴിഞ്ഞു. പിന്നെ എൻ്റെ അസുഖങ്ങൾ ഒരു മരുന്നും കഴിക്കാതെ തന്നെ മാറി. എൻ്റെ ഒരു അതിജീവനം തന്നെ അതിൽ ഡിപ്പെൻഡായി തന്നെ കിടപ്പുണ്ട്. മദ്യപാനം, അതുപോലെ തന്നെ എനിക്ക് കുറച്ച് ആളുകൾ, ഞാൻ ഈ പൈസ ആർക്കെങ്കിലും കടം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തിരിച്ചു കിട്ടിയല്ല. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോന്നപ്പം എനിക്ക് സാമ്പത്തികമായ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടാണ് പോകുന്നത് എനിക്ക് പൈസ തരണമെന്ന്. അപ്പോൾ അവരന്ന് തന്നില്ല. ഏതായാലും ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഇറങ്ങി ഉടനെ എനിക്ക് എൻ്റെ അക്കൗണ്ടിനകത്തേക്ക് ആ പൈസ ക്രെഡിറ്റായി കിട്ടി. രണ്ടാമത്തെ കാര്യം, എനിക്ക് ഇവിടുന്ന് വരുമ്പം ഭക്ഷണം കഴിക്കാതിരുന്നുകൊണ്ട് എൻ്റെ പുറംവേദന, ഭയങ്കരമായിട്ടുള്ള പുറംവേദന. എനിക്കത് അവിടുന്ന് ഇങ്ങോട്ട് പ്രദക്ഷിണം നടന്ന് വരാൻ വരെ എനിക്ക് പറ്റുന്നില്ല. വായൊക്കെ ഇങ്ങനെ ഉണങ്ങുന്ന പോലെ തോന്നുക. അന്നേരം എൻ്റെ ഭാര്യയാണ് ഇങ്ങനെ പ്രദക്ഷിണം പൂർത്തിയാക്കി ഇവിടുന്ന് പിന്നെ അഭിഷേക തൈലവും ഉപ്പും ഉടമ്പടി ഉപ്പും മേടിച്ചത്. ബാക്കി പത്രങ്ങളൊക്കെ മേടിച്ചു. ഞാൻ അവിടെ പുറത്തിറങ്ങി നിന്ന് കഴിഞ്ഞിട്ട് ഇവൾ വന്നിട്ട് അത് എൻ്റെ ഷർട്ട് പൊക്കിയിട്ട് കുറച്ച് തൈലം പുരട്ടി, അതുപോലെ തന്നെ ഞാനൊരു നാരങ്ങ വെള്ളം മേടിച്ച് അത് ഉപ്പിട്ട് കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും വളരെ 5 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ ഓക്കെ ആയിട്ട് അപ്പുറത്ത് പോയിട്ട് ഞാൻ ഫുഡും കൂടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നടന്നാണ് എൻ്റെ ബസ് കിടക്കുന്നിടത്തേക്ക് പോയത്. ഞങ്ങൾ വയനാട്ടിൽ നിന്ന് വരുന്നതാണ്. അതിനുശേഷം അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ തന്നെ. ഞാൻ ഏത് സമയത്തും ആത്മീയമായിട്ട് എൻ്റെ അമ്മ എപ്പോഴും എൻ്റെ കൂട്ടത്തിലുണ്ടെന്നുള്ള വിചാരമാണ്. മറ്റൊരു വിചാരങ്ങളും ഞങ്ങളുടെ മനസ്സിലില്ല. രാവിലെ 4:30 മണിക്ക് എഴുന്നേൽക്കും. ആത്മീയ പറഞ്ഞു കഴിഞ്ഞാൽ 4:30 മണിക്ക് എഴുന്നേൽക്കും. അതിനുശേഷം തയ്യാറായിട്ട് ബൈബിൾ വായിക്കും. കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും മാറി ബൈബിൾ വായിക്കും. അതിനുശേഷം ഡെയിലി ബ്രെഡ്, ഇന്ന് വരെ ഈ ഡിസംബർ 23 തീയതി മുതൽ ഇന്ന് രാവിലെ വരെ ഞങ്ങൾ ബസ്സിലിരിക്കുമ്പോഴും അച്ഛൻ്റെ ടോക്ക് കെട്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇന്ന് വരെ അത് മുടക്കമുണ്ടായിട്ടില്ല. ഞാൻ ഡ്യൂട്ടിക്ക് പോവുകയാണെങ്കിൽ ഞാൻ അവിടെ ഇരുന്ന് മൊബൈലിൽ കേൾക്കും, ഇവിടെ അവിടെ ഇരുന്നും കേൾക്കും, വീട്ടിലിരുന്നും അത് ചെയ്യും. വൈകുന്നേരത്തെ പ്രാർത്ഥന അതുപോലെ തന്നെ. പിന്നെ കുടുംബ പ്രാർത്ഥന ഒരുമിച്ചാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി ചെയ്യുക. അതിനുശേഷം ഞങ്ങൾ അരമണിക്കൂർ കഴിക്കും, ഭക്ഷണം കഴിക്കും, നേരത്തെ കിടക്കും. വേറെ മറ്റൊരു ഇതും ഇല്ല ഇതിനകത്ത്. ഞാൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യാൻ പോവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പറമ്പുണ്ട്. പറമ്പിൽ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ്, സ്വന്തമാണ് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം ഞങ്ങൾ അച്ഛൻ്റെ ടോക്ക് എടുത്ത് മൊബൈലിനകത്തിട്ട് അവിടെ ഇട്ടേക്കും. അത് കേട്ടുകൊണ്ട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടാണ് ഞങ്ങൾ എന്തെങ്കിലും വർക്ക് ചെയ്യുക. പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആശുപത്രികളിലൊക്കെ പോകും. പിന്നെ ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കും. ഞങ്ങളൊരു 12 കണക്ക്. മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും 12 സ്ത്രീകന്മാരുടെ കണക്ക് വെച്ചിട്ട് 12 പേർക്കുള്ള ഭക്ഷണം പൊതിച്ചോറ് വീട്ടിലുണ്ടാക്കി ഞങ്ങൾ രണ്ടുപേരോട് ഉണ്ടാക്കും. പൊതിച്ചോറ് കേട്ടു ഞാൻ സ്കൂട്ടർ എടുത്ത് പോകും. എന്നിട്ട് ഞങ്ങൾ ടൗൺ തൊട്ടടുത്താണ്. ടൗണിൽ പോയിട്ട് ഇങ്ങനെ അത് അർഹതപ്പെട്ട ആളുകൾക്ക് അവർക്ക് കൊടുത്തിട്ട് പോരും. പിന്നെ ഹോസ്പിറ്റലുകളിൽ പോകും, സ്നേഹസദനിൽ പോയിട്ട് അവരോടൊപ്പം ഇരുന്ന് ചായയൊക്കെ കുടിക്കും, അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും. വൃദ്ധസദനമുണ്ട്, അവിടെ പോകും. ആശുപത്രികളിൽ പോവും, വീടുകളിൽ പോവും, പത്രമായിട്ട് വീടുകളിലും പോവും. വീടുകളിൽ പോയിട്ട് അത് വിതരണം ചെയ്യും. അതുകൂടാതെ ഓട്ടോറിക്ഷ സ്റ്റാൻഡുകളിൽ പോയിട്ട് പത്രം വിതരണം ചെയ്യും. ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനങ്ങളും ആത്മീയമായിട്ടുള്ള. പിന്നെ വിശുദ്ധ കുർബാന മാക്സിമം എപ്പോൾ പറ്റിയ എവിടെയുണ്ടോ എവിടെ പോകുന്നോ അത് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. നേരത്തെയൊക്കെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശുദ്ധ കുർബാന പോകുമ്പോൾ ഒരു വിശ്വാസി ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് വിശുദ്ധ കുർബാനയിൽ പോയി ആ വിശുദ്ധാനം പങ്കെടുക്കും. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ നിറഞ്ഞു നിൽക്കുകയാണ് വിശുദ്ധ കുർബാനയിൽ. സർവാധിപനാം കർത്താവ് എന്നുള്ള ആ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേനും എന്തോ ഇങ്ങനെ ഹൃദയം ഇങ്ങനെ തുടിക്കുന്നത് പോലെ തോന്നും. അത്രയ്ക്ക് നിന്ന് കുർബാന നമുക്ക് കുർബാനയിൽ പങ്കുകൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടെന്നുള്ളതാണ്.
ഓരോ പാട്ടുകളും കേൾക്കുമ്പം ഭയങ്കര ഇതാണ്. ഞാൻ ഏറ്റവും പുറകിലേ ഇരിക്കണുള്ളൂ പള്ളിയിൽ പോയിട്ടുണ്ടെങ്കിൽ. ഇപ്പം ഞാൻ ഏറ്റവും ഫ്രണ്ടിൽ കസാര ഇട്ടിട്ടുണ്ട്, ഞാൻ അവിടെ വന്നേ ഇരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പള്ളിയിലെ വായനയും കാര്യങ്ങളും, പള്ളിയിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും പള്ളിയിൽ പോകും. അച്ഛനുമായിട്ടുള്ള എന്ത് കാര്യം അവിടെ ക്ലീൻ ചെയ്യാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രവർത്തനമൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാറുമുണ്ട്. ഞങ്ങൾ യൂണിറ്റ് അനുസരിച്ചിട്ട് പോകാറുമുണ്ട്. അതുകൊണ്ട് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇപ്പോഴും കിട്ടിക്കും. ഇങ്ങോട്ട് വരുന്ന ഇന്നലെ എനിക്ക് അനുഗ്രഹങ്ങൾ കിട്ടി. ഞാൻ അതുപോലത്തെ ഒരു സ്ഥലത്തായിരുന്നു, ഒരു മനസ്സമ്മതത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. ഇങ്ങോട്ട് വരാനായിട്ട് എനിക്ക് വണ്ടി കിട്ടുന്നില്ല. പെട്ടെന്ന് ഒരാളെന്നെ, ഞാൻ അമ്മയോട് പറഞ്ഞു എന്താ ചെയ്യാമെന്ന്, ഞങ്ങൾ രണ്ടും കൂടി ഇങ്ങനെ അമ്മ എന്താണെന്ന് ചെയ്യുന്നത് ഞാനും പറഞ്ഞു. പെട്ടെന്ന് അവിടെ ഇങ്ങോട്ട് കടവന്ത്രയ്ക്ക് വരാനുള്ള ഒരാൾ ഇവിടെ കടവന്ത്ര വന്നു. തൊട്ടടുത്ത് എൻ്റെ മകളുടെ വീട് അവിടെയുണ്ട്. ഞങ്ങൾ അവിടെ അങ്ങോട്ട് പോയി. ഇന്ന് രാവിലെ അവിടുന്ന് ബസ് കയറി ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ അത് വളരെ അനുഗ്രഹം. ഓരോ ദിവസവും അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഞാൻ 5 നിയോഗങ്ങളാണ് ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ആദ്യം എഴുതിയത്. അതിൽ എൻ്റെ 4 നിയോഗങ്ങളും പൂർണ്ണമായി കൂടുതലായി തന്നെ മുക്തീകരിക്കപ്പെട്ടു, എനിക്ക് കിട്ടി. ഒരു ഉടമ്പടി അത് ചിലപ്പോൾ ദൈവം എന്നെ പരീക്ഷിക്കുകയായിരിക്കും, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അത് ഒരു സ്ഥലം വിൽപ്പനയായിട്ടുള്ള ഉടമ്പടിയാണ്. അത് വിൽക്കും, സമയമെടുക്കും, അടുത്ത അതിൽ വിൽക്കും എന്നുള്ള അത് പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട്. കാരണം എൻ്റെ കടമുണ്ട് കുറച്ച്, അത് വീട്ടാനായിട്ട് അത് വിൽക്കണം. അത് ഇന്നല്ലെങ്കിൽ നാളെ വിറ്റാലും കുഴപ്പമൊന്നുമില്ല, അത് അവിടെ കടന്നിട്ടുണ്ടെങ്കിലും കടം പിടിക്കുള്ളൂ. എന്നെ ബാധിക്കുന്ന ഒരു വലിയൊരു പ്രശ്നമൊന്നുമല്ല അത്. അപ്പോൾ അതുകൊണ്ട് ഇത്രയധികം അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ദൈവമാതാവിന്, അല്ലെ എനിക്ക് ആ വഴി കാണിച്ചത് ദൈവമാതാവാണ്. എനിക്ക് ഈശോയിലേക്ക് എത്താനുള്ള വഴി കാണിച്ചതും ഈശോയെ എൻ്റെതായി തീരാനും അല്ലെ ഈശോയിൽ കൂടുതൽ വിശ്വസിക്കുവാനും ബൈബിൾ പാരായണമൊക്കെ തുടങ്ങിയതും. ബൈബിൾ ഞാൻ വായിക്കാറുണ്ട്, ഡെയിലി ബൈബിൾ വായിക്കും ഞാൻ. അത് വായിക്കാൻ ഈ ടോക്കുകളൊക്കെ കേൾക്കാൻ ഇപ്പം മനസ്സിലാക്കി തുടങ്ങും. ഇപ്പം ഒരു കടലിൻ്റെ ഒരു അറ്റത്തുള്ള ഒരു സ്പൂണിനകത്തുള്ള ഒരു വെള്ളം പോലും നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് എൻ്റെ കയ്യിലില്ല. എങ്കിലും ഞാൻ ആ കിട്ടിയിരിക്കുന്നത് എനിക്ക് വലിയൊരു അറിവാണ് കിട്ടിയതെന്നാണ് ഞാനാണ് ഏറ്റവും വലിയ അറിവുകാരനാണ് ഞാൻ ഭാവിക്കുന്നത്. അപ്പോൾ അതിനുള്ള എന്നെ അനുഗ്രഹിച്ച അല്ലെങ്കിൽ എനിക്ക് അനുഗ്രഹം വാങ്ങിത്തന്ന അമ്മയ്ക്ക്, തിരുക്കുമാരന്, ഈശോമിശിഹായ്ക്ക്, സർവാധിപന് നന്ദി, സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ, ആമേൻ. മദ്യപാനം മാറിയത് ഇതെനിക്ക്, ഞാൻ അന്ന് 23-ാം തീയതി ഇവിടെ ഉടമ്പടി അടിച്ച ശേഷം ഒരു തുള്ളി മദ്യം എനിക്ക് കാണുന്നത് തന്നെ വെറുപ്പാണ്. അല്ലെ മദ്യപിച്ച് എനിക്ക് എൻ്റെ മണം അടിക്കുന്നത് എനിക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. അത് മദ്യത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയേ ഇല്ല. ഇങ്ങനെ ഒരു മദ്യം ഉണ്ടെന്നോ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നോ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ കടയുടെ മുമ്പിൽ കൂടിയൊക്കെ പോകേണ്ട ഒക്കെ അവസരം വരും, ബീവറേജിൻ്റെ ഒക്കെ മുമ്പിൽ കൂടിയൊക്കെ. അതിനെക്കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു അനുഗ്രഹം. എനിക്ക് ആ ചിന്ത എൻ്റെ മനസ്സിലേക്ക് കയറി വരുന്നില്ല. അങ്ങനെ ഒരു മദ്യപാനത്തെക്കുറിച്ചുള്ള ഒരു ചിന്തയും, ഒരുവിധമായിട്ടുള്ള ചിന്തയും. അത് മാതാവ് തന്ന ഒരു പ്രത്യേക അനുഗ്രഹമാണ് എനിക്ക്. അതുപോലെ തന്നെ മറ്റുള്ള ഒരു വിചാരങ്ങളും നമ്മളിങ്ങനെ സാധാരണ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഒന്ന് നോക്കുക, നോട്ടത്തിലൂടെയും വാക്കിലൂടെയും പ്രവർത്തനത്തിലൂടെയും വരുന്ന ഒരു പ്രശ്നങ്ങളും, അങ്ങനെ ഒരു ബാഡ് തിങ്കിങ് തന്നെ മൈൻഡിലേക്ക് കടന്നു വരില്ല എന്നുള്ളതാണ്. എപ്പോഴും കടക്കുമ്പോഴാണെങ്കിലും രാത്രി കണ്ടാലും ചിലപ്പം എഴുന്നേക്കുന്നത് മാതാവിനെ കണ്ടുകൊണ്ടായിരിക്കും, ഉറങ്ങുന്നത് മാതാവിൻ്റെ കൂട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഈശോയുടെ കൂട്ടത്തിലായിരിക്കും. അങ്ങനെയുള്ള നല്ല സ്വപ്നങ്ങളൊക്കെ കാണുന്നത് വളരെ നല്ല നല്ല സ്വപ്നങ്ങൾ, എവിടെയെങ്കിലുമൊക്കെ ടോക്ക് നടക്കുന്നത്, ധ്യാനം നടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള ഇവിടെ കൃപാസനത്തിലെ സ്വപ്നങ്ങൾ, ഇതൊക്കെയാണ് ഇങ്ങനെ ദിവസം കണ്ടുകൊണ്ടിരിക്കുക രാത്രിക്കായാലും. അത് തന്നെ ദൈവം തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങൾക്ക് എല്ലാത്തിനും 1000 സ്തുതിയും സ്തോത്രവും ഹല്ലേലൂയയും പറയുന്നു. അമ്മേ.